Morning, children. How are you? Are you fine? Fine. Yes. How is your study in home? Can you follow? This is your home study. Don't worry. Any help, you contact with your subject teachers. Okay. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്ട് ടീച്ചേഴ്സിനായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുക. What did study in last class in EVS? Did you remember that? ഓർമ്മയുണ്ടോ? എന്താ നമ്മൾ പഠിച്ച ലാസ്റ്റ് ക്ലാസ്സിൽ? സെൻസ് ഓർഗൻസ്. എവിടെ പറഞ്ഞു നിർത്തിയേ? സെൻസ് ഓർഗൻസ്. Then how many sense organs do we have? 5 sense organs. Yes, very good. 5 sense organs. Eyes, nose, tongue, skin and ears. Then our sense organs help us in many ways. See, hear, touch, taste and hears. Hear. Okay. Then did you start that study? Yes. Okay. Then textbook open. We are studied that eyes help us to see, nose help us to smell, ears help us to hear, then tongue help us to taste, then our 4 taste buds. Then you write this assignment. Most of them submitted assignments. I received your assignments. I give special thanks for you. Okay. Then today we are studied that good and bad touch. Then textbook open, page number 18. Page number 18 open. Good and bad touch. What is good and bad touch? What is the meaning? Some touch is very happy. Then some touch is very uncomfortable, not happy. ചിലർ നമ്മൾ ടച്ച് ചെയ്യും. നിങ്ങളുടെ പാരൻസ് ഇപ്പം നിങ്ങളെ ടച്ച് ചെയ്യുമ്പോഴും പാരൻസ് നിങ്ങളെ കെട്ടിപ്പിടിപ്പിക്കുമ്പോഴും പാരൻസ് നിങ്ങൾ ഉമ്മ തരുമ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ? നല്ല സന്തോഷമല്ലേ? നല്ല ഇഷ്ടമല്ലേ? പക്ഷേ നമ്മളറിയാത്ത ആളുകൾ നമ്മളങ്ങനെ ചില ആളുകൾ ശല്യം ചെയ്യാൻ വേണ്ടി നമ്മളങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അതൊക്കെ നമുക്ക് ഒരു തരം ഇറിറ്റേഷനാണ് അല്ലേ? ഒരു എന്താ പറയുക, ഒരു അൺനോൺ പേഴ്സൺ നമ്മളെ ടച്ച് ചെയ്യുമ്പോൾ എന്താണ്, അറിയപ്പെടാത്ത ഒരാൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഒരിക്കലും അതെന്താ ഒരു കംഫർട്ടായി തോന്നൂല അല്ലേ? അപ്പോൾ അവരോട് തന്നെ നമുക്ക് ദേഷ്യം വരും. നമുക്ക് സഹിക്കാൻ പറ്റാതാകുമ്പോൾ നമ്മൾ നമ്മുടെ പാരൻസിനോട് പറയും അല്ലേ? അത് പല പ്രശ്നങ്ങളും ആവും. അതാണ് ബാഡ് ആൻഡ് ഗുഡ് ടച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ക്ലിയർ? യെസ്. നെക്സ്റ്റ് ടുഡേ വി ആർ സ്റ്റഡീഡ് ദാറ്റ് ഇസ് സ്പെഷ്യൽ ചിൽഡ്രൻ. സ്പെഷ്യൽ ചിൽഡ്രൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്പെഷ്യൽ ചിൽഡ്രൻ? എന്താ ഈ സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ? എനിബഡി ക്യാൻ സേ? Yeah, okay, special children. Then listen to your textbook. In some children, one or more senses may be damaged. Then you see your neighborhood or your relatives or your family. Some children are, our sense organs are, some or sense organs are damaged. എന്ന് പറഞ്ഞാൽ ചില കുട്ടികളുടെ സെൻസ് ഓർഗൻസ് ഇയേഴ്സ് ആവാം, ഐസ് ആവാം, നോസ് ആവാം. ചില കുട്ടികളുടെ എന്തായിരിക്കും, അവർക്ക് ശരിക്കും നമ്മളെപ്പോലെ സംസാരിക്കാനോ കാണാനോ കേൾക്കാനോ ഒന്നും കഴിയില്ല. അവരെന്തായിരിക്കും, ഒരു ഡിസബിലിറ്റി, നമ്മളെപ്പോലെ എല്ലാറ്റിനും അവർക്ക് കഴിവുണ്ടായി എന്ന് വരില്ല. അത്തരം കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ റിലേറ്റീവ്സിലോ നിങ്ങളെ നൈബേഴ്സിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ സ്പെഷ്യൽ ചിൽഡ്രൻ കേസിലായിട്ടുള്ള കുട്ടികൾ? ഉണ്ടോ? Yeah. Then they may be deaf, dumb or blind. അത് ചില കുട്ടികൾ എന്തായിരിക്കും, ഡീഫ് എന്ന് പറഞ്ഞാൽ കേൾക്കാത്തത്, കേൾക്കാൻ കഴിയാത്തത്. ചില കുട്ടികൾ എന്തായിരിക്കും, ഡം എന്ന് പറഞ്ഞാൽ നോ സ്പീക്ക്, ക്യാൻ സ്പീക്ക്, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, ഊമ എന്നൊക്കെ പറയും. സം ആർ ബ്ലൈൻഡ് മീൻസ് ക്യാൻ സീ, കാണാൻ കഴിയാത്തത്. അണ്ടർസ്റ്റാൻഡ്? That's the case of children are special children. Okay, they need special care. എന്ത് വേണം അവർക്ക്? സ്പെഷ്യൽ കെയർ വേണം. നമ്മളെപ്പോഴും അവരോട് എന്ത് ചെയ്യണം, കമ്പനി ആവണം. ഓക്കെ, നല്ല കമ്പനി കൊടുക്കണം. അവർക്ക് എന്തിനും നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അവരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പരിഹസിക്കരുത്, കളിയാക്കരുത്. ഓക്കെ,
then we should friendly with them, take care of them. Our with our love and concern, they make words better place in to live for them. അവർക്ക് തോന്നണം നമ്മൾ ജീവിക്കുന്ന ഇവിടെയാണ് ഏറ്റവും നല്ല ഒരു സ്വർഗം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരോട് പെരുമാറണം, ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത്. അതുകൊണ്ടാണ് അത്തരം കുട്ടികളെ സ്പെഷ്യൽ സ്കൂൾ കൊണ്ട് ചേർക്കുന്നത്. അവിടെ അവർക്ക് അങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാനും അവർക്ക് അതിനുള്ള ഗെയിംസ്, അങ്ങനെ അത്തരം കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പഠന സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അത്തരം കുട്ടികൾക്ക് വേണ്ടി ട്രെയിൻ ചെയ്തിട്ടുള്ള അധ്യാപികമാർ എല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. Then blind children can also read books. ഈ ബ്ലൈൻഡ് ചിൽഡ്രൻ, ഈ കണ്ണ് കാണാത്ത കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ബുക്സ് റീഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം ബുക്സ് റീഡ് ചെയ്യുന്ന ബുക്സ്, their books are written in special languages. ഇവർക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ബുക്ക് പോലെയല്ല, അവർക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണ് കാണാത്ത ബ്ലൈൻഡ് സ്റ്റുഡൻറ്റിന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ലാംഗ്വേജസിലുള്ള ബുക്സാണ്. ആ ബുക്സ് അറിയപ്പെടുന്ന പേരാണെന്ത്, ബ്രെയിലി സ്ക്രിപ്റ്റ്, ബ്രെയിലി സ്ക്രിപ്റ്റ്, ബ്രെയിൻ ലിപി എന്ന് പറയും, ബ്രെയിലി സ്ക്രിപ്റ്റ്. ഡീഫ് ആൻഡ് ഡം ചിൽഡ്രൻ യൂസ് സൈൻ ലാംഗ്വേജ് ടു എക്സ്പ്രസ് ദംസെൽവ്സ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ലെറ്റേഴ്സ് അവരങ്ങനെ ലെറ്റേഴ്സ് അവർക്ക് ഇങ്ങനെ തൊട്ടറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവർ എ എന്ന് എഴുതുമ്പോൾ അവർ ആ ലെറ്റേഴ്സിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മൈൻഡിൽ റീഡ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ജന്മന കണ്ണ് കാണാത്ത, അതുപോലെ തന്നെ കണ്ണ് കാണാത്ത, അതുപോലെ തന്നെ ചെവി കേൾക്കാത്ത ആളാണ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറെ കുറിച്ച് നിങ്ങൾ ഇനി വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കും. ജന്മനാ കണ്ണ് കാണാത്ത ഒരുപാട് വൈകല്യങ്ങളെ അതിജീവിച്ച ഒരു വ്യക്തി. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു, ഈ വൈകല്യങ്ങളിൽ നിന്നും ഈ ബ്രെയിൽ സ്ക്രിപ്റ്റിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം പഠിച്ചു വളരുകയും അതുപോലെ തന്നെ അദ്ദേഹം വലിയൊരു റൈറ്റർ, വലിയൊരു ലേഖകൻ, ഒരു എഴുത്തുകാരനായി മാറുകയും ചെയ്തു. അണ്ടർസ്റ്റാൻഡ്? യെസ്. നെക്സ്റ്റ്, കെയർ ഓഫ് ഫോർ ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇനി ഇത്തരം കുട്ടികളെ നമ്മളെങ്ങനെ കമ്പനി ആവണം, അവരെങ്ങനെയാണ് പഠിക്കുന്നത്, അവരുടെ സ്കൂളിനെ കുറിച്ച് മിസ് നിങ്ങൾക്കൊരു വീഡിയോ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ലിസൺ ദിസ് വീഡിയോ. You listen these വീഡിയോസിലെല്ലാം കണ്ടല്ലോ ഈ സ്പെഷ്യൽ ചിൽഡ്രനെ കുറിച്ചും അവരുടെ സ്കൂളുകളെല്ലാം കണ്ടല്ലോ. യെസ്. നെക്സ്റ്റ്, കം വിത്ത് അവർ ടെക്സ്റ്റ് ബുക്ക്. കെയർ ഫോർ ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇനി ഇത്തരം കുട്ടികൾക്കുള്ള നമ്മളെങ്ങനെ കെയർ ചെയ്യണം, അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ് നമ്മൾ നിറവേറ്റി കൊടുക്കേണ്ടത്. ലിസൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. ദർ ആർ സം ചിൽഡ്രൻസ് ഇൻ അവർ നൈബർഹുഡ്, ദെൻ ദേ ക്യാൻ സ്പീക്ക്, ദെൻ ക്യാൻ ഹിയർ, ക്യാൻ സീ. അല്ലേ, അത് കാണാനും കേൾക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും കഴിയാത്ത, അതുപോലെ അവർക്ക് എന്താണ്, അവരുടെ ലെഗ്സ്, ഹാൻഡ്സ് ഇതൊന്നും എന്തായിരിക്കും പ്രോപ്പറായിട്ട് നമ്മളെപ്പോലെ ചലിക്കാൻ കഴിയില്ല. ചില കുട്ടികൾ നടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കാലിങ്ങനെ ശരിക്കും വെക്കാൻ, നമ്മൾ വെക്കുന്ന പോലെ നമുക്ക് ശരി നടക്കുന്ന പോലെ അവർക്ക് കാല് വെക്കാനോ നടക്കാനോ അതുപോലെ തന്നെ കൈ കൊണ്ട് എറിയാനോ മൂവ്മെൻറ്റ്സ് ഒന്നും ശരിയാവില്ല. അങ്ങനെയുള്ള കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അത്തരം കുട്ടികൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ നന്നായി ഹെൽപ്പ് ചെയ്യണം. അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യണം, കെയർ ചെയ്യണം. അവർ നമ്മൾ കളിക്കാനൊക്കെ നമുക്ക് നല്ല കമ്പനി കൊടുക്കണം. ദേ സ്പെൻഡ് മോർ ടൈംസ് വിത്ത്, അവരെന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ സമയം അവരോടുകൂടെ ചിലവഴിക്കണം. ഓക്കെ. Then next important points, some children cannot hear, speak or see. These children need special attention. അത്തരം കുട്ടികൾക്ക് എന്ത് ചെയ്യണം, സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. These specialized children are known as physically challenged. അത്തരം കുട്ടികൾ അറിയപ്പെടുന്നതാണ് ഫിസിക്കലി ചലഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികൾ. ദെൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ്. ഓക്കെ, you underline this line, physically challenged or differently abled, underline. Okay, then we can help them by, അവരെ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യണം, ബീയിങ് ഫ്രണ്ട്സ് വിത്ത് ദം. ഇതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടെയാണ്, നന്നായി ശ്രദ്ധിക്കുക. ബീയിങ് ഫ്രണ്ട്സ് വിത്ത് ദം, നമ്മൾ അവരോട് നന്നായി ഫ്രണ്ട്ലി ആവണം. എന്ന് പറഞ്ഞാൽ കമ്പനി ആവണം. കളിക്കുമ്പോഴും എല്ലാറ്റിനും നമ്മൾ എന്ത് ചെയ്യണം, അവരോട് കൂടെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് നേരിടണം. ബീയിങ് കൈൻഡ് ആൻഡ് ഹെൽപ്പിംഗ് വിത്ത് ദെയർ വർക്ക്, അവരെന്ത് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഹെൽപ്പ് ചെയ്യണം. അവർക്ക് നമ്മളെപ്പോലെ ഇപ്പോൾ നിങ്ങൾ ബോൾ എടുക്കാനോ ബോൾ എറിയാനോ ഒന്നും അവർക്ക് കഴിയില്ല. ബോയ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ സൈക്ലിംഗ് ചെയ്യുന്ന പോലെ സൈക്ലിംഗ് ചവിട്ടാനോ അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റിനോ ഒന്നും അവർക്ക് കുട്ടികൾക്ക് കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവരൊക്കെ അങ്ങനെ അതിന് മോട്ടിവേറ്റ് ചെയ്ത് അതിന് വേണ്ട ഹെൽപ്പ് ചെയ്യണം.
നെക്സ്റ്റ് നോട്ട് മേക്ക് ഫൺ ഓഫ് ദം, അവരെ കളിയാക്കരുത്. ചില കുട്ടികളുണ്ട്, എടാ അങ്ങോട്ട് നോക്കുക, അവന് നമുക്ക് ഓടാൻ കഴിയില്ല, അവ ഓടുമ്പോൾ അതൊരു ഭാഗത്തേക്ക് വളഞ്ഞു പോണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും ബാക്കിൽ നിന്നിട്ട്. അതൊന്നും ചെയ്യരുത്. അതൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് ജന്മനാ കിട്ടിയ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, അവരെ കളിയാക്കരുത്. സ്പെൻഡിങ് ടൈം വിത്ത് ദം, അവരോടുകൂടെ ചിലവഴിക്കാൻ ഒരു മടിയും കാണിക്കരുത്. മറ്റ് ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ സമയം എന്ത് ചെയ്യണം, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. എന്നാൽ അത്തരം കുട്ടികൾക്ക് നിങ്ങളോട് പ്രത്യേക ഇഷ്ടമായിരിക്കും. Okay, you understand the specialized children? Yes. Next, care for elderly. Care for elderly. This the your home, you with grandparents? Yes. Then all of us have grandparents. നമ്മളെല്ലാവരും എന്താണ്, ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ, അതുപോലെ ഗ്രാൻഡ് പാരൻസിൻ്റെ പാരൻസ്, അങ്ങനെയൊക്കെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. എബവ് 75 ഇയർ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ പ്രായമായി പറഞ്ഞാൽ നമ്മൾ എന്താണ്, അവർക്ക് ബോൺസൊക്കെ എന്തായി ഇങ്ങനെ വീക്കായി വരും. അപ്പം നടക്കാനും നമ്മളെപ്പോലെ ആദ്യത്തെ പോലെ തന്നെ അവർ നിങ്ങളുടെ പാരൻസിനെ പോലെ നടക്കാനോ വർക്ക് ചെയ്യാനോ, ചിലർക്ക് കേൾവിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും, കണ്ണിന് കാഴ്ച കുറഞ്ഞു വരും. അങ്ങനെ പല ശാരീരിക അസുഖങ്ങളും നമ്മളിങ്ങനെ പ്രായം ചെല്ലുന്തോറും നേരിട്ടുകൊണ്ടിരിക്കും. അത്തരം ആളുകളെ നമ്മളെങ്ങനെ കെയർ ചെയ്യണം, അവരെങ്ങനെ കെയർ ചെയ്യണം? ഇതേ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ചിൽഡ്രനെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്പെൻഡിങ് മോർ ടൈം വിത്ത് ദം, അവരോട് കൂടെ കൂടുതൽ സമയം ചിലവഴിക്കണം. അല്ലെങ്കിൽ അവർക്ക് തോന്നും, കണ്ടോ എൻ്റെ പേരക്കുട്ടികൾക്കൊന്നും എന്നോട് ഇഷ്ടമില്ല, എൻ്റെ മക്കൾക്ക് എന്നോട് ഇഷ്ടമില്ല, അവർക്ക് ഇങ്ങനെ മാനസികമായിട്ട് അവർക്ക് ടെൻഷൻ വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇടവരുത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നിങ്ങൾ പഠനം കഴിഞ്ഞാൽ അവരുടെ കൂടെ ചെല്ലാനും അവരുടെ കൂടെ TV കാണാനും പല തമാശകൾ പറയാനും ഒക്കെ കൂടുതൽ സമയം അവരോട് കൂടെ സ്പെൻഡ് ചെയ്യണം. സെക്കൻഡ്, സെലിബ്രേറ്റിംഗ് ദെയർ ബർത്ത്ഡേസ്. നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, ഗ്രാൻഡ് പാരൻസിൻ്റെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ അത് അവർക്ക് കൂടുതൽ സന്തോഷം പകരും. ഹെൽപ്പിംഗ് ദം ടു ക്രോസ് ദ റോഡ്. ഇപ്പോൾ ചില ആളുകളൊക്കെ, ഞാനൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണും, ചിലകൾ എന്ത് ചെയ്യുക, റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കാവും, ആ റോഡ് ക്രോസ് ചെയ്യാൻ പേടിയായിട്ട് വീണു പോവുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പുറത്ത് രണ്ട് സൈഡിൽ നിന്നും വണ്ടി വരുന്നുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇങ്ങനെ പതുക്കെ ഒരു വടിയൊക്കെ കുത്തി ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുകയായിരിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യണം, നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് എന്ത് ചെയ്യണം, ഒരു കൈ പിടിച്ച് അവരെങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ്, ഗോയിങ് ഫോർ വാക്ക് വിത്ത് ദം. അവർക്ക് കൂടുതൽ നടക്കാൻ ഇഷ്ടമുണ്ടാവും. അവരൊക്കെ അങ്ങനെ അവരെ കൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ നടന്ന് കളിച്ച് നടന്നവരാളുകളാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ വയ്യാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വയസ്സായി വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ നടക്കായിരുന്നു എന്നൊരാഗ്രഹം വരും. എന്നാലോ നടക്കാൻ കഴിയുന്നുമില്ല. ആ സമയം തന്നെ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ അവരെ കൈ പിടിച്ച് നടത്താനൊക്കെയുള്ള ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഗ്രാൻഡ് പാരൻസിന് ഏജ്ഡ് ആയിട്ടുള്ള, കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ള വീട്ടിലൊന്നും അവരെ കെയർ ചെയ്യാൻ ആളുകളില്ലാത്ത ആളുകളെ താമസിക്കുന്ന വീടാണ് എന്ത്, ഓൾഡ് ഏജ് ഹോംസ്, വൃദ്ധസദനം എന്ന് പറയും. അത്തരം ആളുകൾ എന്ത് ചെയ്യാണ്, മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അവർക്കൊക്കെ കൂടുതൽ ജോലികളും, അപ്പോൾ ജോലികൾ തിരക്കും, കുട്ടികളാണെങ്കിൽ സ്കൂളിലൊക്കെ ആകുമ്പോൾ ഈ ഓൾഡായിട്ടുള്ള ആളുകളെ, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ നോക്കാൻ വീട്ടിൽ ആരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുവയ്ക്കും. അവിടെ അവർക്ക് കൂടുതൽ അവരുമായിട്ടുള്ള അവരെ സെയിം പ്രായക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അവിടെ ഇരുന്ന് കൂടുതൽ ഇങ്ങനെ കഴിഞ്ഞു പോയ കാലങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് ടൈം പാസ് ചെയ്യാൻ പറ്റും. നിങ്ങളെന്ത് ചെയ്യരുത്, നിങ്ങളുടെ വീട്ടിലെ ഗ്രാൻഡ് പാരൻസിനെ, അതുപോലെ ഇനി ആരായാലും പ്രായമായിട്ടുള്ളവരൊന്നും എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള ഓൾഡ് ഏജ് ഹോംസിൽ വിടരുത്. നമ്മുടെ വീട്ടിൽ തന്നെ ഇരുത്തുക. നമ്മൾക്ക് കഴിയുന്ന പോലെ നമ്മളെന്ത് ചെയ്യുക, അവരെ നോക്കുക, അല്ലേ? അതാണ് നല്ലത്. നമ്മളെല്ലാവരും അതുപോലെ എന്താവും, കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, നമുക്കും ഏജ്ഡ് ആവും. അപ്പം എന്ത് ചെയ്യണം, നമ്മളെ വീട്ടിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ അവരുടെ പാരൻസിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇതോടുകൂടെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എക്സസൈസിലേക്കാണ് പോകുന്നത്. ദെൻ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ, പേജ് നമ്പർ 19. ഫസ്റ്റ് ഐ റിവൈസ് ദിസ് ചാപ്റ്റർ. ദെൻ എന്തൊക്കെ പഠിച്ചു നമ്മൾ ഈ ചാപ്റ്ററിന്ന്? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെൻസ് ഓർഗൻസ് പഠിച്ചു. സെൻസ് ഓർഗൻസിൻ്റെ യൂസസ്, ഹൗ ടു പ്രൊട്ടക്റ്റ് അവർ സെൻസ് ഓർഗൻസ് പഠിച്ചു, യൂസസ് പഠിച്ചു. പിന്നെ ടേസ്റ്റ് ബഡ്സ് പഠിച്ചു. ടേസ്റ്റ് ബഡ്സ് നിങ്ങൾ വരച്ചു അല്ലേ, അസൈൻമെൻറ്റ് സെൻഡ് ചെയ്തു. ഇന്ന് നമ്മളെന്ത് പഠിച്ചു? ഗുഡ് ആൻഡ് ബാഡ് ടച്ച്. നമുക്ക് നല്ലതും ചീത്തതുമായിട്ടുള്ള ടച്ചിങ്സ് അല്ലേ, അത് നമ്മൾ പഠിച്ചു. പിന്നെ സ്പെഷ്യൽ ചിൽഡ്രനെ കുറിച്ച് പഠിച്ചു. സ്പെഷ്യൽ ചിൽഡ്രൻ്റെ ഒരു വീഡിയോസ് കണ്ടു. പിന്നെ
ചിൽഡ്രൻ ഹെലൻ കെല്ലറിനെ കുറിച്ച് പഠിച്ചു. ചിൽഡ്രൻ കെയർ ഫോർ ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. നമുക്ക് പല ആവശ്യങ്ങൾ, നമ്മൾ സ്പെഷ്യൽ ചിൽഡ്രനെ നമ്മളെങ്ങനെ കെയർ ചെയ്യണം, അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള അല്ലെ, കെയർ ഫോർ എൽഡർലി, പ്രായമായവരെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് പഠിച്ചു അല്ലേ. യെസ്, ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ, പേജ് നമ്പർ 19. ദിസ് ദ എക്സസൈസ് വർക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു വാച്ച് മൂവീസ് വിത്ത് മൈ ഹെൽപ്പ്. മൂവീസ് നമ്മൾ വാച്ച് ചെയ്യുന്നത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടെയാണ്? യെസ്, ഐസ്. ആൻസർ ഐസ്, ഓപ്ഷൻ സി, ടിക്കറ്റ്. സെക്കൻഡ്, ഹെലൻ കെല്ലർ വാസ് എ ഫേമസ് ഡാഷ് ഓതർ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് നോസ് യു ക്യാൻ ഡാഷ്. സ്മെൽ ഓഫ് ഫ്ലവർ. സ്മെൽ ഓഫ് ഫ്ലവർ, ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഐ ഹെൽപ്പ് യു ടു സ്മെൽ ഡാഷ് nose. 5. Dash help us to know how hot or cold thing is dash. Option B, skin. Right. Next, fill in the blanks. Surface of the dash has many taste buds. 4. Look on board. 4. Second, very dim or bright light, it dash our eye, it strain. Third, our dash tell us whether a thing soft or hard. Skin. 4. Hot things can burn. Dash our taste buds. Hot things dash our taste buds can burn. Fourth answer, can burn. Next page. Odd one out. Circle the odd one. Give reason for you. Yes. First, ears, nose, teeth, skin. Odd one, teeth. Others are sense organs. Teeth is not a sense organ. Teeth is round it. Second, sweet, sour, fall, salty. Fall and round it. Others are our taste buds. Next, very short answer question. This right in last week EVS class. How many kinds of taste buds are found on the tongue? And 4. Then you write salty, sweet, bitter. Fourth point, this sour, sweet, sour, salty and bitter. Next, name of sense organs: eyes, nose, ears. Can you say? Tongue and skin. Yes. Next, very short answer question. Very short answer question. How can we help special children? Give 2 points. എങ്ങനെയാണ് സ്പെഷ്യൽ ചിൽഡ്രനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? 2 points എഴുതാം. Take it pencil. Page number 18 open. Care for the children with special needs. ആ പേജിൽ തന്നെ ക്യാൻ ഹെൽപ്പ് ദം ബൈ എന്ന് കണ്ടല്ലോ. അതിന് താഴെ 1, 2, 3, 4 പോയിന്റ്സ് കണ്ടില്ലേ? അതിൽ 4 പോയിന്റ്സിൽ 2 പോയിന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതുക. അതാണ് അതിൻ്റെ ആൻസർ. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ്സ് എഴുതിക്കൊള്ളൂ. പിന്നെ ആർക്കും ഡൗട്ടില്ല. ഫസ്റ്റും സെക്കൻഡും പോയിന്റ്സ് ഇവിടെ തന്നെ അടയാളപ്പെടുത്തുക. E1 എന്ന്. E1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇട്ടത്. മാർക്ക് ഇറ്റ്, അണ്ടർലൈൻ ഇറ്റ്. ആഫ്റ്റർ ക്ലാസ് യു റീറൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ. നെക്സ്റ്റ്, ഹൗ ഡു അവർ സെൻസ് ഓർഗൻസ് ഹെൽപ്പ് അസ്? എങ്ങനെയാണ് നമ്മുടെ സെൻസ് ഓർഗൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, ദിസ് ലുക്ക് ഓൺ ബോർഡ്. Eyes help us to see. Just you write, simply write in this down in your textbook. I say you simply write these points using pencil. Eyes help us to see. Nose help us to smell. Nose help us to smell. Right. Tongue help us to taste. Tongue, T-O-N-G-U-E. Tongue help us to taste. T-A-S-T-E, taste. Tongue help us to taste. Next, ears help us to hear. Ear help us to hear. Last, skin help us to feel. Skin help us to feel. Write it. Once more I read it. Eyes help us to see. Nose help us to smell. Tongue help us to taste.
ear help us to hear, skin help us to feel. Finish. Next, long long answer question. Long answer question you write in notebook. I say this answer, you underline in textbook. After class you more times read it, not study in by heart, just you understand it. Okay. Then how can we take care of our ears? നമ്മുടെ ഇയേഴ്സിനെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. എക്സാമിനെങ്ങാനും ചോദിച്ചാൽ നമുക്ക് എഴുതാം. ഇതാ, കെയർ ഓഫ് ദി ഇയേഴ്സ്. ഇയേഴ്സ് എന്ന ഭാഗം എടുക്കൂ. കെയർ ഓഫ് ഇയേഴ്സിലെ 2 points കണ്ടല്ലോ. ഫസ്റ്റ് പോയിന്റ്, നെവർ ഇൻസേർട്ട് എനി പോയിന്റഡ് ഒബ്ജക്റ്റ് ഇൻ ടു യുവർ ഇയർ, ഇറ്റ് ഡാമേജ് ദ ഇയർ ഡ്രം. ദിസ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, clean your outer ears with a clean towel. 2 points write these answers. Underline this. F1 എന്നെഴുതിയാണ്. F1. Next, F2. How does skin help us? എങ്ങനെയാണ് നമ്മുടെ സ്കിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? How does skin help us? Page number 17. Skin. 5 skin ഓപ്പൺ ചെയ്യൂ. Skin, sense of touch or feel. ഈ പാരഗ്രാഫ് മൊത്തം അതിൻ്റെ ആൻസർ ആണ്. Our skin help us to find out what a thing is like. It help us to feel, to know if a thing is hot, cold, soft, hard, rough or smooth. We need to touch it. This paragraph. F2 എന്ന് എഴുതിക്കോളൂ. F2. Finish. അവർ ഗ്രാൻഡ് പാരൻസ് ആർ ഓൾഡ് അവർ നീഡ് കെയർ. ഇത് നിങ്ങൾ എഴുതാനുള്ള ആൻസറാണ്. ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ ഗ്രാൻഡ് പാരൻസ്. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ കെയർ ചെയ്യുന്നു കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, നോട്ടിൽ എഴുതണമെന്നുണ്ട്. നെക്സ്റ്റ്, ഇതൊരു ഫൺ ടൈം ഉണ്ട്. നമ്മുടെ ഗെയിമാണ്. നമ്മൾ ക്ലാസ്സിൽ കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിച്ച് ചെയ്യേണ്ട ഗെയിമാണ്. നമുക്ക് സ്കൂളൊക്കെ തുറന്നതിന് ശേഷം ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് 3rd ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. സെൻസ് ഓർഗൻസിനെ കുറിച്ച് പഠിച്ചു. അത് സെൻസ് ഓർഗൻസിൻ്റെ യൂസസ്, പ്രൊട്ടക്റ്റിങ്, എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ചിൽഡ്രൻ, ഹൗ ടു കെയർ അവർ സ്പെഷ്യൽ ചിൽഡ്രൻ, ഹൗ ടു കെയർ അവർ എൽഡർ പേഴ്സൺ, ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്തു. പിന്നെ നമ്മൾ ഈ ജൂൺ ജൂലൈ ഇപ്പോൾ 2nd വീക്ക് ആവാറായി തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്കൂളിലുള്ള സമയത്ത് ജൂൺ ജൂലൈ 2nd വീക്ക് ആകുമ്പോഴേക്കൊരു 3 ചാപ്റ്റർ തന്നെയാണ് കവർ ചെയ്യാറ്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ, നമുക്ക് റെഗുലറായിട്ടുള്ള ക്ലാസ് കിട്ടുന്നതിൻ്റെ പകുതിയായിരിക്കും ഇപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുക അല്ലേ. അതൊന്നും പ്രശ്നമാക്കണ്ട, നന്നായി പഠിക്കുക. ഇത് ഓൺലൈൻ ക്ലാസ് ആണല്ലോ എന്ന് കരുതി തള്ളിക്കളയരുത്. ഇപ്പോൾ നമ്മുടെ അസുഖത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. ഡെയിലി ന്യൂസൊക്കെ കാണാറില്ലേ, പേപ്പറൊക്കെ വായിക്കാറില്ലേ? ഡെയിലി എന്താ കൂടി വരികയാണ്. അപ്പോൾ സ്കൂൾ എന്ന് തുറക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുവരെ എന്തായിരിക്കും, നമ്മുടെ പഠനം ഓൺലൈനിലൂടെ തന്നെ ആയിരിക്കും. ഇനി അടുത്ത വർഷം 5th എത്തുമ്പോഴും ഈ 4th കണ്ടിന്യൂഷൻ ആയിരിക്കും 5th വരിക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് പഠനം നിങ്ങൾ അലസത കാണിച്ചാൽ അത് നിങ്ങളെ 5th സ്റ്റാൻഡേർഡിനെ ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല കുട്ടികളായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക. പക്ഷേ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് വരാൻ മടിയായിട്ടൊന്നുമല്ലല്ലോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. എന്താ ചെയ്യുക, നമുക്കിങ്ങനെ ഇപ്പോൾ നമ്മുടെ കേരളം മാത്രം, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഇപ്പോൾ ഇങ്ങനെ ഒരു അസുഖത്തെ, ഒരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ ഒരു ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ സംവിധാനം ഉണ്ടായത് എന്തോ ഒരു ഭാഗ്യമാണ് അല്ലേ. അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഇപ്പോൾ മിസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നും ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ ഓൺലൈൻ സംവിധാനങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഒരു ഭാഗ്യമായി. വീട്ടിലിരുന്നാലും നമുക്ക് പോർഷൻസൊക്കെ കഴിയുന്ന രീതിയിൽ, ഇത് ഒരു 100% നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുറച്ചൊരു 75% എങ്കിലും ഓരോ കുട്ടികൾക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്വസ്റ്റൻ ആൻസറൊക്കെ ശരിക്കും ചെയ്യുക. എല്ലാം സ്കൂൾ തുറക്കട്ടെ, മിസ്സ് ചോദിക്കൂലല്ലോ അടിക്കൂലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. നന്നായി പഠിക്കുക. നിങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. നന്നായി പ്രാർത്ഥിക്കുക. അസുഖങ്ങളൊക്കെ മാറി നമ്മുടെ സ്കൂളൊക്കെ തുറക്കാനും നമുക്കത് സ്കൂളിൽ വരാനും കളിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരവസരം ഉണ്ടാക്കി തരാൻ പ്രാർത്ഥിക്കുക കേട്ടോ. ഓക്കെ, ബൈ.